സാർ, ഒരു സംശയമാണ്. ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നത് RSSന്റെ മുദ്രാവാക്യമാണ്. കാരണം ഇന്ത്യയിൽ അങ്ങനെ ആരും ഇന്ത്യക്കാരും അങ്ങനെ ഒരു മുദ്രാവാക്യം കേട്ടിട്ടില്ല, വിളിച്ചിട്ടില്ല എന്നൊക്കെ ഒരു ചാനൽ ചർച്ചയ്ക്കിടെ ഒരു അവതാരക പറയുന്നത് കേട്ടോ, അത് RSSന്റെ മുദ്രാവാക്യമാണ് എന്ന്. നമ്മളൊക്കെ ഈ RSS അല്ലാത്തവർ ഇത് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് RSSന്റെ മുദ്രാവാക്യമാണോ? അത് ഈ അവതാരകർക്ക് വിവരക്കേട് പറയാൻ പാടില്ല എന്നില്ല കേട്ടോ. ധാരാളം വിവരക്കേടുകൾ അവതാരകർക്ക് അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു. ആ പ്രതിജ്ഞ ഈ സഹോദരി ചൊല്ലിയിട്ടുണ്ടാവില്ല. ആ പ്രതിജ്ഞയുടെ ഇന്ത്യ എൻ്റെ മാതൃഭൂമിയാണ് എന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ അവസാനം ഭാരത് മാതാ കി ജയ് ഉണ്ട്. അത് ഞാനൊക്കെ പഠിച്ചത് ചെറുപ്പകാലത്ത് എൻ്റെ ഓർമ്മ ഒരു 60-65കളിലൊക്കെ പഠിച്ചിട്ടുണ്ടത്. അപ്പോൾ ഈ തരം മറ്റേ പ്രതിജ്ഞയുടെ പേര് ഇപ്പോഴത്തെ പേരൊക്കെ മാറ്റി ഇന്ത്യ എൻ്റെ നാടാണ്, എല്ലാ ഇന്ത്യക്കാരും സഹോദരിമാരൊക്കെ എന്നൊക്കെ പറയാം. ഇപ്പോൾ ഭാരത് മാതാ കി ജയ് ഇല്ല. അങ്ങനെ ഭാരത് മാതാ കി ജയ് എന്നുള്ള സംഗതികൾ ഇവർ ചില സ്ഥലത്ത് ഇവർ എടുത്തു കളഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഭാരത് മാതാ കി ജയ് അതിനുശേഷം ഇപ്പോൾ അത് കൂടുതൽ പറയുന്നത് പലപ്പോഴും RSSന്റെ ആളുകളായിരിക്കും പറയുക. അതും ശരിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് RSSനാണ് അതിൻ്റെ കുത്തകപ്പാട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഭാരത് മാതാ കി ജയ് എന്നുള്ളത് ഈ നാടിനെ സ്നേഹിക്കുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്ന, ഭാരതത്തിൽ അധിവസിക്കുന്ന ആർക്ക് വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. അങ്ങനെയാണ് നേരത്തെ പാഠപദ്ധതിയിലേക്ക് അങ്ങനെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണത് നമ്മൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നതാ. പഠിക്കുന്ന പാഠപുസ്തകത്തിൻ്റെ 3ാമത്തെ പേജിലുള്ള ഇതാണ് പ്രതിജ്ഞ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ പ്രതിജ്ഞയ്ക്ക് അതുണ്ടായിരുന്നു. അന്ന് ആ പ്രതിജ്ഞ തയ്യാറാക്കിയ ആളുകളായാലും RSS ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ധരിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ കേരളത്തിൽ PP ഉമ്മർ ഗോയൊക്കെ തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. അവരുടെയൊക്കെ കാലത്ത് ഇങ്ങനെ ഭാരത് മാതാ കി ജയ് എന്നുള്ള വിളിയൊക്കെയുണ്ടായിരുന്നു. പിന്നെ പിൽക്കാലത്ത് അതങ്ങോട്ട് ഇല്ലാണ്ടായി. അങ്ങനെ ഇല്ലാണ്ടായ സമയത്താണ് പുതിയ സർവജ്ഞപീഠം ഏറിയിട്ടുള്ള ചില അവതാരകന്മാരൊക്കെ വന്ന സമയത്താണ് അവർക്ക് തോന്നിയത് ഭാരത് മാതാ കി ജയ് RSSൻ്റെയാണത്. അതൊരു സർവജ്ഞപീഠം കയറിയതിൻ്റെ പേരിലെ പ്രശ്നം. അതില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ ഒരു റിക്വസ്റ്റ് ഇത്തരത്തിൽപ്പെട്ട ആളുകളോട് ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഇരുന്ന് പഠിക്കേണ്ടതാണ്. ഭാരത് മാതാ കി ജയ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം വളരെ വളരെ ലളിതമാണ്. ഭാരത് മാതാ കി ജയിൻ്റെ അർത്ഥം പറയാനായിട്ട് ഈ ഭാരത മാതാവിന് ജയ് വിളിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നവർക്കൊക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പങ്കാളികളല്ലായിരുന്നവർക്കൊക്കെ അവരെ സംബന്ധിച്ച് ഭാരത് മാതാ കി ജയ് അവർക്ക് ഇഷ്ടമല്ല. അവർ വിളിക്കാൻ പാടില്ല. അവരതിനെതിരായിരുന്നു ഇക്കാലത്തും. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പങ്കാളിത്തമുള്ളവർ മാത്രം വിളിക്കേണ്ട പേരുകളായിരുന്നു എന്ന് അവര് ധരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് RSSന്റെ പ്രവർത്തകന്മാരുടെ പലരുടെയും പൂർവികന്മാർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്ന ആളുകളാണ് അവർ വിളിച്ചിരുന്ന മുദ്രാവാക്യമാണ് ഭാരത് മാതാ കി ജയ്. അത് സ്വാഭാവികമായിട്ട് അടുത്ത കാലത്ത് ഇപ്പം ഇവിടെ പ്രാർത്ഥനകളിൽ ആകെ വിളിക്കുന്നത് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന RSS മാത്രമാണ്. മറ്റുള്ളവർക്കൊന്നും പ്രാർത്ഥനയില്ലല്ലോ. ബാക്കി ആർക്കും പ്രാർത്ഥനയില്ല. കോൺഗ്രസിന് പ്രാർത്ഥനയില്ല. സമ്മേളനങ്ങളിൽ അവരാകപ്പെടാൻ ആരാണ് ആദ്യം കസേര കയറി ഇരിക്കുക എന്നുള്ള മത്സരം മാത്രമേ ഉള്ളൂ. അവർക്ക് അത്തരത്തിൽ ഭാരത് മാതാ കി ജയ് തുടങ്ങിയിട്ടുള്ള ഭാരതത്തിന് അനുകൂലമായിട്ടുള്ള ഒരു മുദ്രാവാക്യം അവർക്ക് ഭാരത് മാതാ കി ജയ് എന്ന് മാത്രമല്ലല്ലോ, മഹാത്മാഗാന്ധി ജയ് എന്നവർ വിളിക്കാറില്ലല്ലോ. അവർ വിളിക്കുന്നത് സോണിയാഗാന്ധി സിന്ദാബാദ വിളിക്കുക. അവർക്ക് അതിനപ്പുറത്ത് ഭാരതത്തിൻ്റെതായിട്ടുള്ള ഒരു മൂല്യങ്ങളെയും അംഗീകരിക്കുന്ന പ്രവർത്തനം കോൺഗ്രസ് പ്രസ്ഥാനത്തിനില്ല. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കോൺഗ്രസ് സൈഡ് പ്രസ്ഥാനമാണ്. ഇന്ദിരാ കോൺഗ്രസ് ആണ്. ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് അതിന്റെ ബന്ധം പുലബന്ധം പോലെ അതിനെ സംബന്ധിച്ചില്ല. അത് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന ഭാരത് മാതാ കി ജയ് എല്ലാം അവരെ സംബന്ധിച്ച് ഒരു കാരണവശാലും അവർക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. പക്ഷെ അപ്പൊ ദേശസ്നേഹികളുടെ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് RSS ഒരു ദേശീയ പ്രസ്ഥാനമാണ്, ദേശസ്നേഹികളുടെ പ്രസ്ഥാനമാണ്. RSS തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറില്ല. RSS ആരെയും പിന്നാലെ പോകാറില്ല. എവിടെ പണപ്പിരിവിന് വേണ്ടി പോകാറില്ല. RSSകാര് ആരെയും ഗ്രഹസമ്പർക്കമാണ് RSSന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന ഘടകം. ശരിക്കതാണ്. RSSകാർ നേരിട്ട് ആളുകളോട് സംവദിക്കുന്നവരാണ്, പൊതുയോഗങ്ങളിൽ പോയിട്ട് പ്രസംഗിക്കുന്നവരല്ല. അങ്ങനെയുള്ള RSS അടിയന്തരാവസ്ഥ കാലത്ത് അടക്കമുള്ള സംഭവങ്ങൾ എങ്ങനെയാണ്? RSS വിളിച്ച മുദ്രാവാക്യങ്ങള് 2 മുദ്രാവാക്യം ഉണ്ടായുള്ളൂ. ഭാരത് മാതാ കി ജയ്, മഹാത്മാഗാന്ധി കി ജയ്. ഈ 2 മുദ്രാവാക്യങ്ങളും ഇന്നത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് വിരുദ്ധമാണ്. അവർക്കത് അംഗീകരിക്കാൻ വേണ്ടി സാധ്യമല്ല. അവർക്കത് അംഗീകരിക്കാൻ വേണ്ടി സാധ്യമല്ലാത്തത് കൊണ്ട് അവരവരുടേതായിട്ടുള്ള ചില പാണന്മാരായിരിക്കുന്ന അവതാരന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഇത് RSSന്റെ മുദ്രാവാക്യമാണ്.
ഇത് RSSന്റെ മുദ്രാവാക്യമാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന അഭിമാനത്തോടു കൂടിക്കൊണ്ട് ഞാൻ പറയും, RSSന്റെ മുദ്രാവാക്യമാണ് ഭാരത് മാതാ കി ജയ്, RSSന്റെ മുദ്രാവാക്യമാണ് മഹാത്മാഗാന്ധി കി ജയ് എന്ന് വിളിക്കുകയാണെങ്കിൽ അഭിമാനത്തോടു കൂടിക്കൊണ്ട് RSSന്റെ ആളുകൾ പറയണം ഇത് ഞങ്ങളുടെ മുദ്രാവാക്യമാണ്. പക്ഷേ ഈ പറയുന്ന അവതാരകരടക്കം മനസ്സിലാക്കേണ്ട വസ്തുത, നൂറ്റാണ്ടുകളായിട്ട് ഭാരതത്തിൽ ജീവിച്ച് വളർന്നു വന്നവര് 925 RSS സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിൽ ആളുകൾ വിളിച്ച മുദ്രാവാക്യമാണ് ഭാരത് മാതാ കി ജയ് എന്നുള്ളത് കൂടി ഇവർ തിരിച്ചറിയേണ്ടതാണ്. ഈ തിരിച്ചറിവ് അവരെ സംബന്ധിച്ചില്ലാത്തത് അറിവില്ലായ്മ എന്നൊരു കുറ്റമൊന്നുമല്ലല്ലോപ്പാ. ആ അറിവില്ലായ്മ കുറ്റമല്ലാത്തത് കൊണ്ട് അവർ ഇത്തരം ചില ജൽപ്പനങ്ങൾ നടത്തുന്നു എന്ന് മാത്രമാണ് ഞാൻ ഇത് സമ്മതിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുമോ എന്നൊക്കെ പലരും സംശയിക്കുമ്പോൾ പലരും പറയുന്നത് ഈ പാകിസ്ഥാനെക്കാളും നമ്മൾ ഭയപ്പെടേണ്ടത് ഇന്ത്യയിലുള്ള പാക് സ്നേഹികളെയാണ്. കാരണം എപ്പോഴാണ് ഇവർ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ തിരിയുന്നത് എന്നറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ടോ? ആ ഒരു സാഹചര്യം എക്കാലത്തും ഉണ്ടായിരുന്നു. അത് നന്നായിട്ടുണ്ടായിരുന്നതിൽ ഒന്ന് 1971 ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ബംഗ്ലാദേശ് രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായ സമയത്ത് എറണാകുളത്തൊക്കെ രാഷ്ട്രരക്ഷാ റാലികൾ വെച്ചു. ആ റാലിയിൽ ചില ആളുകൾ പങ്കെടുത്തിട്ടില്ല. ഈ മുസ്ലിം ലീഗ് അതിനകത്ത് പങ്കെടുത്തിരുന്നോ? പങ്കെടുത്തിരുന്നില്ലല്ലോ. ഒരു സ്ഥലത്ത് മുസ്ലിം ലീഗ് പങ്കെടുത്തിട്ടില്ല. അന്നും ഈ സംശയം ഉണ്ടായിരുന്നു, ഈ പറയുന്ന മുസ്ലിം ലീഗുകാര് പാകിസ്ഥാന്റെ കൂടെയാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഇന്ന് സംശയം ഉണ്ടാവാം. പക്ഷെ ഇന്ന് മറിച്ചൊരു പ്രശ്നമുള്ളത്, ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് ഇന്ദിരാഗാന്ധിയല്ല. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇന്ന് അതിശക്തമായിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ടെങ്ങാൻ ഇന്ത്യാവിരുദ്ധ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചാൽ, ഇന്ത്യയിൽ ഭക്ഷണം കഴിക്കുകയും പാകിസ്ഥാന് വേണ്ടിയിട്ട് സിന്ദാബാദ് ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അവർക്ക് ഇന്ത്യയിൽ കിടക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് നമ്മൾ കാശ്മീരിൽ കണ്ടില്ലേ തീവ്രവാദികൾ കൊടുത്ത മറുപടി, തീവ്രവാദികളെ സംരക്ഷിച്ച അവരുടെ വീടുകളടക്കം ബുൾഡോസറിനല്ലേ ബോംബ് വെച്ചിട്ട് തകർക്കുകയാണ്. ഇതൊരു വലിയൊരു തെളിവാണ് ശരിക്കത്. എല്ലാ സ്ഥലത്തും വരാൻ വേണ്ടി പോവാണത്. ഇപ്പൊ നേരത്തെ ഉത്തർപ്രദേശിലായിരുന്നല്ലോ വ്യാപകമായിട്ട് നടന്ന്, അവിടെ ഏറ്റവും ക്രിമിനൽ സംഘങ്ങളുടെ മുഴുവൻ വീടുകൾ തകർത്ത് കളഞ്ഞു. അത് ഹൈക്കോടതിയല്ല സുപ്രീം കോടതിയാണെങ്കിലും ചില വിധികളൊക്കെ വന്നു എന്ന് മാത്രമേ വരുള്ളൂ. പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തീവ്രവാദികളിൽ നിന്നുള്ള സംരക്ഷണമാണ്. അതുകൊണ്ട് ഇന്ത്യാവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടന്നാൽ അത് കേരളമായാലും കുഴപ്പമൊന്നുമില്ല. കേരളത്തിലടക്കം അത്തരത്തില് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ന്യായീകരിക്കുന്ന, പാകിസ്ഥാനെ ന്യായീകരിക്കുന്ന പ്രസ്താവനകൾ ഇറക്കുന്ന ആളുകളുടെ കുടുംബങ്ങള്, ആ കുടുംബങ്ങളടക്കം കേരളത്തിലടക്കം ഇല്ലാണ്ടാവും. ആരും സംശയമൊന്നുമില്ല. അത് ഇടിച്ചു പൊളിക്കും ചിലപ്പോ. അത് കേന്ദ്ര ഗവൺമെന്റിന് കരുത്തുണ്ട്, അവർക്ക് ശക്തിയുണ്ട്, അവർക്ക് അതിനെക്കുറിച്ചൊരു നിശ്ചയദാർഢ്യമുണ്ട്. അതിനകത്ത് അവർക്ക് ആരെയും അനുവാദമൊന്നും ആവശ്യമില്ല. ആരുടെയും അനുവാദം കിട്ടാതെ കണ്ട് ഇന്ത്യാവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ, ഇന്ത്യാവിരുദ്ധരായിരിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന, തീവ്രവാദികളെ തീറ്റിപ്പോറ്റുന്ന ആളുകളെ ഇന്ത്യൻ മണ്ണിൽ തുടച്ചു നിൽക്കും. അക്കാര്യം സംശയമില്ല. അപ്പൊ അതുകൊണ്ട് പഴയ കുട്ടികൾ ഭയപ്പെടാനൊന്നുമില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് മുറുമുറുക്കും എന്നുള്ളതല്ലാതെ കണ്ട് ഉറക്കൊരു ശബ്ദം പുറത്തു വരത്തക്ക രീതിയിൽ ഇന്ത്യാവിരുദ്ധമായിട്ട് ഇവരാരും ചെയ്യും നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട. അത് മുസ്ലിം ലീഗുകാരും ചെയ്യില്ല, അത് കോൺഗ്രസ്സുകാരും ചെയ്യില്ല, അത് ഇടതുപക്ഷക്കാരും ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ അവർക്ക് ആർക്കും അർദ്ധരാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി സാധിക്കില്ല. അവരുടെ എല്ലാം വീടുകൾ കുളം തോണ്ടുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് നിലനിൽക്കുന്നത്. അങ്ങനെയാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ശക്തമായ നടപടികൾ അവർക്ക് കാര്യത്തിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അവരാരും അനങ്ങൂല, തലപൊക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ്.